എല്ലാവർക്കും നമസ്കാരം. മിക്ക വാർത്താ ചാനലുകളും അവരുടെ പരിധി വിടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുമ്പുണ്ടായിരുന്ന വാർത്താ ചാനലുകളോ റിപ്പോർട്ടർമാരോ ഒന്നുമല്ല ഇപ്പോൾ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഓരോ ദിവസവും ഓരോ ചാനലിനെയും വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് കിട്ടുന്ന വാർത്തകൾ അതൊരു സാധാരണ വാർത്തയാണെങ്കിൽ പോലും അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടാണ് അവർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. അവസരത്തിനും അനവസരത്തിനും മൈക്ക് കൊണ്ട് ഓടിക്കേറി ചെല്ലുന്ന റിപ്പോർട്ടർമാരെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. പലരുടെയും പേഴ്സണൽ സ്പേസിലേക്കാണ് ഇവർ മൈക്കും കുത്തി കയറ്റിക്കൊണ്ട് ചെല്ലുന്നത്. പലർക്കും അത് ഡിസ്റ്റർബൻസ് ആയി മാറിയിട്ടുണ്ട്. പലരും പല രീതിയിൽ അത് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാലും ഇവർ വിടാൻ പാവല്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മത്സരമാണ്. വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരം, ആരാണ് ഒന്നാമത് എത്തുന്നത് എന്നുള്ള നിലയിലേക്കുള്ള മത്സരമാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ വാർത്താ ചാനലുകളെ വളരെയധികം വിശ്വാസത്തിലെടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഇവർ പറയുന്നതെല്ലാം സത്യമാണ്, നമ്മളിലേക്ക് എത്തിക്കുന്ന വാർത്തകളെല്ലാം സത്യസന്ധമാണ് എന്ന് കുറേ അധികം ആളുകളെങ്കിലും വിശ്വസിച്ചിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറെ എല്ലാ മേഖലകളിലും നിയന്ത്രണങ്ങൾ ഉള്ളതുപോലെ തന്നെ മാധ്യമ മേഖലയിലും നിയന്ത്രണം വരേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നേരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് കുറേ മാധ്യമ പ്രവർത്തകരെ ഓഡിയോ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വേറെന്തോ പരിപാടിക്ക് വന്നതാണ്. അത് കഴിഞ്ഞിറങ്ങുന്ന സമയത്താണ് ഈ മാധ്യമ പ്രവർത്തകരെ മൈക്കും കൊണ്ട് ഓടി ഇദ്ദേഹത്തിന് നേരെ ചെല്ലുന്നത്. നമുക്കറിയാം, ഈ മൈക്കും കൊണ്ട് ഓടി ചെല്ലുന്നത് ഒരാളുടെ വായ്ക്കകത്തേക്ക് ഈ മൈക്ക് കുത്തിക്കയറ്റുന്ന രീതിയിലാണ് ഒരാളെ ഒരു കാര്യത്തിന് സമീപിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കണം എന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതെയാണ് തള്ളിക്കയറി ചെല്ലുന്നത്. അങ്ങനെ ചെന്നപ്പോൾ തന്നെ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇറിറ്റേഷൻ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ പ്രതികരിച്ചു. ഇവർക്കൊക്കെ അറിയേണ്ടത് മുകേഷിനെ പറ്റിയായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് പാർട്ടിയാണല്ലോ മുകേഷ്. അപ്പൊ സ്വാഭാവികമായിട്ടും മുകേഷിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് കിട്ടും. അത് വെച്ച് ഇന്നത്തെ ദിവസം ആഘോഷിക്കാം എന്ന് കരുതിയിട്ടാണ് മുകേഷിനെ കുറിച്ച് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും തന്റെ സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആ ഒരു രീതിയിലാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. ആദ്യം തന്നെ പറഞ്ഞത്, ഞാൻ ഇതിനൊന്നും പ്രതികരിക്കാൻ ആളല്ല, ഞാൻ അമ്മയിലില്ല, നിങ്ങൾ അവസരത്തിനൊത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, ഏത് അവസരത്തിൽ ഏത് ചോദ്യം ചോദിക്കണം നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാതെ ഇങ്ങനത്തെ ചോദ്യം കൊണ്ട് എന്നോട് വരണ്ട, ഞാനാണോ കോടതി, ഞാനാണോ നിയമം, ഇവിടെ കോടതി സംവിധാനങ്ങളും നിയമവും ഒക്കെ ഉണ്ട്, കോടതി ശിക്ഷിക്കട്ടെ, നിങ്ങൾ പറയുന്ന പോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായ രീതിയിൽ സുരേഷ് ഗോപി പ്രതികരിക്കുന്നുണ്ട്. അവസാനം പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി എന്നോട് ചോദിക്കണ്ട, അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോകും, എന്നെ അമ്മയിലെ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, എനിക്കതിൽ പറയാൻ താല്പര്യമില്ല, എന്നോട് ചോദിക്കരുതെന്ന് ശക്തമായ താക്കീത് ചെയ്തിട്ടാണ് അദ്ദേഹം കാറിൽ കയറിപ്പോയത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അവസരത്തിൽ ഇദ്ദേഹം പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, ഒരു സിനിമാ നടനും കൂടിയാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ ഒരാൾക്ക് നേരെ ആരോപണം ഉണ്ടാവുമ്പോൾ അത് ശരിയായാലും തെറ്റായാലും തന്റെ സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു പിന്തുണ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. അത് വലിയ തെറ്റായിട്ടാണ് പിന്നെ ചാനലുകളെല്ലാം അവതരിപ്പിച്ചത്. അതിനെക്കുറിച്ചിട്ട് BJP കേരള നേതൃത്വത്തോട് ചോദിക്കുന്നു, അവരതിനെ തള്ളി പറയുന്നു. പിന്നെ അത് വലിയ ചർച്ചയായി മാറുന്നു. പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാൻ എന്ന ഭാവേന വീണ്ടും സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ചെല്ലുന്ന രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് ഈ കാക്കകൾ പൊതിയൂലേ, അതുപോലെ ഓടിയെടുക്കുകയാണ് മൈക്ക് കൊണ്ട്. അദ്ദേഹത്തിന് പരിക്കേൽക്കും എന്നുള്ള രീതിയിലേക്ക് ഒരു ആൾക്കൂട്ട ആക്രമണത്തിന് ചെല്ലുന്ന പോലെയാണ് ഈ മൈക്ക് കൊണ്ട് ഇവർ ഓടി ചെല്ലുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം മുന്നിൽ കണ്ട 1-2 മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റി. അത് നോർമലി സംഭവിക്കുന്ന, കാരണം ഒരു തവണ രാവിലെ വാൺ ചെയ്തതാണ്, എനിക്കിതിനോട് പ്രതികരിക്കാൻ താല്പര്യമില്ല, എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കണ്ട, എൻ്റെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ, ഇത് ചോദിക്കണ്ട എന്ന് പറഞ്ഞ് കർശനമായി താക്കീത് ചെയ്ത് ദേഷ്യപ്പെട്ടു പോയ ഒരു വ്യക്തിയെ വീണ്ടും ആ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണ്. ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ വിടണം, അല്ലാതെ അയാളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തല്ലേ വേണ്ടേ. അയാളുടെ വായിൽ എന്തെങ്കിലും കിട്ടിയിട്ട് ഇന്നത്തെ ദിവസം ആഘോഷിക്കാം എന്ന് കരുതുന്നവിടെയാണ് പ്രശ്നം. സുരേഷ് ഗോപി തന്നെ പറഞ്ഞു, നിങ്ങൾക്കുള്ള തീറ്റയാണിത്, ആ തീറ്റ നിങ്ങൾ തിന്നോളൂ,
നിങ്ങൾ അത് വെച്ച് ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞു. സത്യം തന്നെയാണ്, നമ്മൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇത് ചാനലുകളുടെ തീറ്റ തന്നെയാണ്. കാരണം സിനിമാ മേഖലയിൽ മാത്രമല്ല ഇങ്ങനെയുള്ള പീഡനങ്ങൾ നടക്കുന്നത്, ഒരുപാട് മേഖലകളിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാതെ സിനിമാ മേഖലയിൽ മാത്രം ഒരു കൂട്ടം കാമഭ്രാന്തന്മാർ ഇറങ്ങിയിരിക്കുകയാണ് പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ എന്ന തരത്തിലേക്ക് മറ്റ് സിനിമാ മേഖലയിലേക്ക് കൂടി മലയാളത്തിലുള്ള നടന്മാരെയും നടിമാരെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിലേക്കാണ് ഇവർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും എല്ലാ ചാനലുകളും മലയാളത്തിലുള്ള നടന്മാരെല്ലാവരും മോശക്കാരാണ്, അവരെല്ലാവരും പീഡകരാണ് എന്ന രീതിയിലാണ് ഓരോ ദിവസവും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമാ സംഘടനയെ തന്നെ ഇത് തകർത്തു. എല്ലാ അമ്മ മെമ്പേഴ്സും രാജിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുവരെ ഉണ്ടായിരുന്ന 17 അംഗ കമ്മിറ്റി രാജിവെച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോയിരുന്ന ഒരു സംഘടനയെ, എത്രയോ പേർക്ക് ആശ്വാസമായിരുന്ന ഒരു സംഘടനയെ തകർത്തു എന്നുള്ളതാണ് ഇവരുടെ വാർത്ത കൊണ്ടുള്ള നേട്ടം. ഇവരെ അടുത്ത ഏതെങ്കിലും ന്യൂസ് കിട്ടുമ്പോൾ അതിന്റെ പുറകെ പോകും. പക്ഷേ അപ്പോൾ ഇപ്പുറത്തെ ഈ ഒരു സംഘടന തകർന്ന് തരിപ്പണായി കഴിഞ്ഞു. ഇത് ഇവർക്ക് ആ ഒരു രീതിയിലേക്ക് വീണ്ടും കൊണ്ടെത്തിക്കാൻ ഈ വാർത്ത കൊടുത്ത് ഇത് നാശമാക്കിയ ആൾക്കാർക്ക് സാധിക്കുമോ? ഒരിക്കലും കഴിയില്ല. അതൊന്നും ചിന്തിക്കാതെ അവരവരുടെ അന്നം എങ്ങനെയാണ് നേടേണ്ടത് എന്നുള്ള ചിന്തയിലാണ് ഓരോ വാർത്തയും കൊടുക്കുന്നത്. പക്ഷേ ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നേ തീരുള്ളൂ. കാരണം എല്ലാ മേഖലയിലും ഉള്ള നിയന്ത്രണങ്ങൾ പോലെ തന്നെ, നിയമ സംവിധാനങ്ങൾ പോലെ തന്നെ ഒരു വാർത്ത എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന് കൂടിയിട്ട് ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ്. കാരണം ലോക സിനിമയുടെ മുമ്പിൽ മലയാള സിനിമയെ അപമാനിച്ചിരിക്കുക. പല ഭാഷകളിലും ഈ രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ സിനിമാ മേഖലയും എല്ലാ ഭാഷയുള്ള സിനിമാ മേഖലയിലും ഈ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ലോകത്തിന്റെ മുന്നിൽ മലയാള സിനിമയാണ് തലകുനിച്ച് നിൽക്കുന്നത്. അത് ഇവർക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ വലിയ വലിയ നടന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ മറ്റുള്ള ഭാഷയിലുള്ള നടന്മാരുടെ മുൻപിൽ നാണക്കേടോടെ നിൽക്കേണ്ട വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു സിറ്റുവേഷനിലാണ് മോഹൻലാൽ ഇങ്ങനെ ഞാനെന്തിന് നാണക്കേട് ചുമക്കണം എന്നുള്ളൊരു ധാരണയിൽ അദ്ദേഹം രാജിവെച്ചത്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചതായി കുറ്റം. അതുവരെ രാജിവെക്കുന്നില്ല, ആരോപണ വിധേയരൊന്നും രാജിവെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബഹളം, അല്ലെ? ഈ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ഇട്ടെറിഞ്ഞു പോയി എന്നുള്ളതായി. ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് രാജിവെക്കണോ വെക്കേണ്ടയോ? ഇവരുടെ തീരുമാനപ്രകാരമാണ് ഒരു സംഘടന പ്രവർത്തിക്കേണ്ടത്. ഇവരുടെ സംഘടന, അതായത് പത്രമാധ്യമ പ്രവർത്തകരുടെ സംഘടന മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ സംഘടനയ്ക്ക് ഒരു രീതിയില്ലേ? ആ രീതിയിലല്ലേ മുന്നോട്ട് പോകുന്നത്? ഓരോ സംഘടനയും അതിൻ്റെതായ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. അതെങ്ങനെ നടത്തണം എന്നുള്ളത് അതിനുള്ളിലുള്ളവരാണ് തീരുമാനിക്കേണ്ടത്, പുറത്തുനിന്നുള്ളവരല്ല. പക്ഷേ ഈ ചാനലുകളുടെ ഓരോ ദിവസത്തെയും ചർച്ച കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ചാനലുകൾ പറയുന്ന രീതിയിൽ നടീനടന്മാര് മാറണം, അവര് പറയുന്ന രീതിയിൽ അമ്മ എന്ന സംഘടന വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള തരത്തിലാണ് പലരും ചർച്ച ചെയ്യുന്നത്. ഇവരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ള തരത്തിലാണ്. എല്ലാവരെയും മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഓരോ ചാനൽ ചർച്ചയും കടന്നു പോകുന്നത്. ഇതത്ര നല്ല പ്രവണതയായിട്ട് തോന്നുന്നില്ല. ഇതിന് കോടതി ഒരു നിയന്ത്രണം കൊണ്ടുവരണം. അല്ലാതെ വേറെ ആർക്കും ഇവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം ഇവരെ നിയന്ത്രിക്കണമെങ്കിൽ കോടതി ഇടപെടുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ എത്ര മാധ്യമ പ്രവർത്തകനായാലും അനുവദിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരാളെ നമുക്കറിയാം, ഒരു മരണ വീടായാലും ശരി, ഒരു വിവാഹ വീടായാലും ശരി, എന്ത് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തായാലും, ഒരു അപകടം നടക്കുന്ന സ്ഥലത്തായാലും ശരി, ഈ മയക്കും കൊണ്ട് ഒരു ഔചിത്യം ഇല്ലാതെ ഇടിച്ചു കയറുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, അല്ലെ? അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഒരു മര്യാദയില്ല പലർക്കും. അവർ ഏത് സാഹചര്യത്തിലാണ്, ഏത് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് അറിയാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ. നമുക്കറിയാം, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ കാണാനില്ലാത്തൊരു അവസ്ഥയിൽ അച്ഛനും അമ്മയും വേദനിച്ച് നിൽക്കുമ്പോൾ അവിടുന്ന് ചില മാധ്യമ പ്രവർത്തകർ നടത്തിയ സംസാരങ്ങളും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ കുറെ അധികം ആളുകൾ വിമർശിച്ചതാണ്. അതുപോലെ എത്രയെത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ മാധ്യമ പ്രവർത്തകരെ ഔചിത്യമില്ലാത്ത പെരുമാറ്റത്തെ കുറിച്ചിട്ട്, അല്ലെ? അപ്പൊ അതിനൊക്കെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവരെ മലയാള സിനിമയ്ക്ക് എത്രമാത്രം അപമാനം ഉണ്ടാക്കി എന്നുള്ളത് പൊതുജനത്തിന് മനസ്സിലാകുന്നുണ്ട്. കാരണം പൊതുവെ നാട്ടിൽ നടക്കാത്ത ഒരു സംഭവം അല്ല മലയാള സിനിമയിൽ നടന്നിരിക്കുന്നത്. ഏതൊക്കെയോ സ്ത്രീകൾ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ വായിൽ തോന്നിയ വർത്താനം പറയുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്ന വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അഭിപ്രായം പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വേറെ എന്തൊക്കെയോ ലക്ഷ്യത്തിനോ നേട്ടത്തിനോ വേണ്ടിയിട്ട്
പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളെ, മുഖം പോലും ഇല്ലാത്ത സ്ത്രീകളെ കൊണ്ടുവന്നിരുത്തി ആർക്കൊക്കെയോ നേരെ ആരോപണം ഉന്നയിക്കുക, അതൊക്കെ വിശ്വാസത്തിലെടുത്ത് അവരെ സമൂഹത്തിന് മുന്നിൽ വളരെ അപഹാസ്യരാക്കി മാറ്റുക. സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നിയമ സംവിധാനത്തിൽ വരേണ്ട കാര്യങ്ങളല്ലേ. ഇവർക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ ചാനലുകളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് അല്ല പറയേണ്ടത്. ചാനലുകൾ എന്താണ് ചെയ്യേണ്ടത്? ഇവർ നിയമ നടപടി സ്വീകരിക്കുമോ? തീർച്ചയായിട്ടും ഇല്ലല്ലോ. ചാനലുകൾക്ക് അല്ല ഇവർ പരാതി കൊടുക്കേണ്ടത്. ഇവർ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെയാണ് അല്ലേ. ഇവർക്ക് പരാതി ഉണ്ട്, ഒരു നടനെതിരെ ഇവരെ ഏതെങ്കിലും നടൻ പീഡിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇവർക്ക് ഉണ്ട് ഈ സിനിമാ മേഖലയിലെങ്കിൽ ഇവർ നേരിട്ട് നിയമപരമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് ആരെ പറ്റിയും എന്തും തോന്നിയാസവും പറയാ എന്നുള്ളൊരു ലൈനല്ല. അത് ആഘോഷിക്കാൻ ഈ ചാനലുകൾ തയ്യാറാകുന്നിടത്താണ് ഇങ്ങനെയുള്ള ആളുകൾ ഓരോ തോന്നിയാസം വന്ന് പറയുന്നത്. ഇപ്പോൾ പരാതി കൊടുത്തിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളും അത് അംഗീകരിക്കും. പക്ഷെ പരാതി കൊടുക്കാൻ തയ്യാറല്ല. ചാനലുകൾ വന്നിരുന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായി, എനിക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് ഘോരം പ്രസംഗിക്കുകയും ചെയ്യും. അത് എവിടുത്തെ ന്യായമാണ്? ഒരാളെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്താൻ അല്ലല്ലോ നമ്മൾ തയ്യാറാവേണ്ടത്. നമുക്ക് നേരിട്ട അനീതിയെ നിയമപരമായിട്ട് നേരിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പലരും തയ്യാറാവുന്നില്ല. അപ്പൊ അതിലുള്ള കള്ളക്കളിയും കൂടിയിട്ട് ഇവർ പുറത്തു കൊണ്ടുവരണം. ഒരാളെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതും കൂടി തിരിച്ചറിയണം. നാളെ ഈ പറയുന്ന റിപ്പോർട്ടർക്ക് നേരെയും ആർക്ക് വേണമെങ്കിലും ഇതുപോലൊരു പരാതി പറയാം. സുരേഷ് ഗോപി മുകേഷിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയിലെ മറ്റ് മെമ്പേഴ്സിനെ ആരെയും അല്ലെങ്കിൽ ആരോപിതരായിട്ടുള്ള ആരെയും തള്ളി പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെതായ ന്യായമുണ്ട്. നമ്മൾ കണ്ടതാണ്. ഒരു പെണ്ണ് കാരണം എത്രയോ മാസങ്ങൾ, ഇപ്പോഴും അദ്ദേഹം കേസിന്റെ പുറകെയാണ് അല്ലേ. മാസങ്ങളോളം അദ്ദേഹം മാനസികമായി തകർന്നൊരവസ്ഥ ഉണ്ടായി. നിസ്സാരമായിട്ട് ഒരു എന്താ പറയുക, ഒരു സഹോദരി വാത്സല്യത്തോടു കൂടി സ്പർശിച്ചത്, അല്ലെങ്കിൽ അബദ്ധവശാൽ സ്പർശിച്ച ഒരു സ്പർശനത്തെ അത് വേറെന്തൊക്കെയോ രീതിയിലാക്കി ഒരു പീഡകനാക്കി മാറ്റിയിട്ട് ഇതേ ചാനലുകൾ മാസങ്ങളോളം അദ്ദേഹത്തെ വെച്ച് ആഘോഷിച്ചു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് നേരിട്ട അപമാനം എത്രമാത്രമാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയും. അത് തന്നെയാണ് തന്റെ സഹപ്രവർത്തകരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെ അവരെ തള്ളി പറയാതിരിക്കാനുള്ള കാരണം. അത് മനസ്സിലാക്കാതെ വീണ്ടും ഈ മൈക്ക് കുത്തി കയറ്റിക്കൊണ്ട് ചെല്ലുന്ന പ്രവണത അവസാനിപ്പിച്ചേ തീരുള്ളൂ. അല്ലെങ്കിൽ ഇത് വളരെയധികം അപകടം ചെയ്യും. സാധാരണ ജനങ്ങൾക്ക് പോലും അപകടം ചെയ്യും. കാരണം ഇവർക്ക് ഒരു വാർത്ത ഇല്ലാതിരിക്കുന്ന ഒരവസരത്തിൽ ചെറിയ പെറ്റി കേസുകൾ, നിസ്സാരമായിട്ട് മനുഷ്യന് സംഭവിക്കാവുന്ന ചില പെറ്റി കേസുകൾക്ക് പോലും ഇവരെ ഇതുപോലെയുള്ള പൊടിപ്പും തൊങ്ങലുകളും ആടയാഭരണങ്ങളും ഒക്കെ ചാർത്തി ആ മനുഷ്യനെ കൊല്ലാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ഒരു തലത്തിലേക്ക് ഈ മാധ്യമ പ്രവർത്തനം വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കരുത്. മനസ്സിലാക്കി എത്രയും വേഗം ഇതിനെതിരെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ അത് സമൂഹത്തിന് തന്നെ ദോഷം ചെയ്യും, സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ദോഷം ചെയ്യും. അപകടകരമായ രീതിയിലേക്കാണ് മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. കാരണം അവർക്ക് മത്സരമാണിത്, പക്ഷേ മറ്റുള്ളവർക്ക് മത്സരമല്ല, അവനവന്റെ ജീവിതമാണ്. ആ തിരിച്ചറിവ് ഓരോ മനുഷ്യനും ഉണ്ടാവും.